സ്വർണം നൽകുന്ന മാന്ത്രിക തടാകം. ദരിദ്രയായ സാക്ഷി മുഷിഞ്ഞ തുണികൾ നിറച്ച ഭാണ്ഡം തലയിലേന്തി പൊരിവെയിലത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കീറിപ്പറഞ്ഞ വസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ഇനി എത്ര കാലമാകുമോ ഞാനും എൻ്റെ കുടുംബവും ഈ കൊടും ദാരിദ്ര്യത്തിൽ നിന്നൊന്ന് കരകയറാൻ എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവാനെ, ഈ കൊടും ദാരിദ്ര്യത്തിൽ നിന്നും എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. താങ്ങാൻ പറ്റുന്നില്ല. ചുട്ടുപൊള്ളുന്ന വെയിൽ അവളെ തീർത്തും അവശയാക്കി. നടന്ന് നടന്ന് ഒരു തടാകത്തിന്റെ അടുത്തെത്തി. ആ കരയിലിരുന്ന് അവൾ കൊണ്ടുവന്ന ഭാണ്ഡമഴിച്ച് അഴുക്ക് വസ്ത്രങ്ങൾ അലക്കുവാൻ തുടങ്ങി. ഓ, എന്തൊരു ചൂട്! ഉഗ്രമായ സൂര്യാഘാതമേറ്റ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സാക്ഷിക്ക് തല ചുറ്റി. ഇരുന്നിടത്ത് തന്നെ ആ കല്ലിന്മേൽ തലയിടിച്ച് അവൾ ബോധരഹിതയായി. കൂർത്ത കല്ലിൽ കൊണ്ട് പാദത്തിൽ നിന്നും, കല്ലിൽ ഇടിച്ചതുകൊണ്ട് തലയിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി. ബോധരഹിതയായി കിടക്കുന്ന സാക്ഷിയുടെ അടുത്തേക്ക് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പതുക്കെ നടന്നെത്തി. അവൾ ഒരു ദേവതയെ പോലെയായിരുന്നു. ഭഗവാനെ, ഈ പെൺകുട്ടി ആരാണ്? തലേന്നൊക്കെ ചോര വരുന്നല്ലോ. ആ പെൺകുട്ടി സാക്ഷിയുടെ ഒരു കാലിൽ നിന്നും ചെരുപ്പൂരി തടാകത്തിലേക്ക് എറിഞ്ഞു. പിന്നീട് ചോരമുറിപ്പാടുകളിൽ തുണി വെച്ചു കെട്ടി. ഈ പെൺകുട്ടി അതീവ ദുഃഖിതയാണല്ലോ. ഇവളുടെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ എനിക്ക് ഇവളുടെ ദുഃഖത്തിന്റെ കാരണമറിയാൻ സാധിക്കൂ. ഉടനെ തന്നെ ആ പെൺകുട്ടി സാക്ഷിയുടെ നെറ്റിത്തടത്തിൽ കൈത്തലം പതിച്ച് കണ്ണുകൾ അടച്ചു. അപ്പോൾ അവളുടെ കണ്ണുകളിൽ മോൺപൂർ എന്നൊരു ചെറിയ ഗ്രാമം പ്രത്യക്ഷമായി. അവിടെ പാവപ്പെട്ട സാക്ഷി തന്റെ ഭർത്താവ് അജിത്, ഭർത്താവിന്റെ അച്ഛനും അമ്മയും മന്ദീപും മീനാക്ഷിയും, അയാളുടെ സഹോദരിമാരായ റിയ, പായൽ എന്നിവരോടൊപ്പം ഇരുന്ന് ചായ കുടിക്കുകയായി. ചേട്ടാ, എപ്പോഴാണ് റേഷൻ വാങ്ങിക്കൊണ്ടുവരുന്നത്? വീട്ടിലാണെങ്കിൽ ഇന്നത്തേക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സാക്ഷി, ഞാൻ ഇന്നാണ് മുതലാളിയോട് സംസാരിച്ചത്. ആർക്കും ഇതുവരെയ്ക്കും പൈസ കിട്ടിയിട്ടില്ല. പൈസ കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആദ്യം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് റേഷൻ തന്നെയായിരിക്കും. നീ വിഷമിക്കണ്ട കേട്ടോ. സാക്ഷിയുടെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവ് അജിത്തും അയാളുടെ അച്ഛനും അമ്മയും 2 കൊച്ചു അനിയത്തിമാരും അടങ്ങുന്ന ആ കൊച്ചു കുടുംബം വളരെ മോശമായ സാമ്പത്തിക സ്ഥിതിയിലാണ് ജീവിച്ചിരുന്നത്. അടുത്ത കാലത്താണ് സാക്ഷിയുടെയും അജിത്തിന്റെയും കല്യാണം കഴിഞ്ഞത്. മോൻപൂരിൽ തന്നെയുള്ള ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു അജിത്ത്. ദിവസക്കൂലിക്കാരനായ അയാൾക്ക് 200 രൂപയായിരുന്നു കൂലി. ആ ചെറിയ വരുമാനത്തിൽ വളരെ പ്രയാസപ്പെട്ടാണ് ആ വലിയ കുടുംബത്തെ അയാൾ പോറ്റിക്കൊണ്ടിരുന്നത്. എന്നത്തെയും പോലെ അന്നും അയാൾ ജോലിക്ക് പോയി. റിയ, നെഞ്ചു വേദനിക്കുന്നു, മരുന്നെടുത്തുകൊണ്ടുവരും മോളെ. അച്ഛൻ മന്ദീപൻ ഒരു ഹൃദ്രോഗിയായിരുന്നു. മരുന്നെടുക്കാൻ പോയ റിയ കണ്ടത് ഒഴിഞ്ഞ മരുന്നുകുപ്പിയാണ്. അച്ഛാ, മരുന്നെല്ലാം തീർന്നു പോയി അച്ഛാ, എന്തു ചെയ്യും? അയ്യോ, ഇനി മരുന്ന് എങ്ങനെ വാങ്ങും മോളെ? അജിത്തിന്റെ അടുത്ത് അതിനുള്ള കാശൊന്നും ഉണ്ടാവില്ല. അമ്മേ, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് കടം പറഞ്ഞ് മേടിച്ചു കൊണ്ടുവരാം. പൈസ കിട്ടുമ്പോൾ നമുക്കത് തിരിച്ചു കൊടുക്കാം, എന്താ? അച്ഛന് മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാണ്. പോയി വാ, മരുന്ന് കടം പറഞ്ഞ് വാങ്ങി വാ. പായൽ, നീ പരിപ്പ് അടുപ്പത്ത് വെച്ചേക്ക്, ഞാൻ തിരിച്ചു വന്ന് റൊട്ടി ഉണ്ടാക്കാം. സാക്ഷി മരുന്ന് വാങ്ങാൻ പോയി. അവളുടെ ഭർതൃഗൃഹം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ജീവിച്ചിരുന്നത്. മണ്ണടുപ്പിലാണ് അവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നത്. ഗ്യാസ് ഇല്ലായിരുന്നു. രാത്രിയായി. അജിത് ജോലി കഴിഞ്ഞ് തളർന്ന അവശനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും മുതലാളി കാശൊന്നും തന്നില്ലല്ലോ. എന്ത് ചെയ്യും? വീട്ടിലാണെങ്കിൽ അരി സാധനം ഒന്നുമില്ല. എന്താ ചെയ്യാ? ഒരു പിടുത്തമില്ലല്ലോ. അപ്പോൾ അവന്റെ ഒരു സുഹൃത്ത് ബൈക്കിൽ ആ വഴി വന്നു. അവൻ അജിത്തിനെയും പുറകിൽ കയറ്റിയിരുത്തി യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിയന്ത്രണം വിട്ട് എതിരെ വന്നുകൊണ്ടിരുന്ന ഒരു ട്രക്ക് ആ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചു. ആ അപകടത്തിൽ അജിത്തിന് തന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. പാവപ്പെട്ട ആ കുടുംബത്തിന്റെ തലയിൽ ഇടുതി വീണതുപോലെയായി ആ വാർത്ത.
അവർ കരഞ്ഞു തളർന്നു. അവന്റെ ചികിത്സയ്ക്കായി ആ മാതാപിതാക്കൾ ആ വീട്ടിലെ സകല സാധനങ്ങളും വിറ്റുതീർത്തു. അങ്ങനെ അജിത്തിന്റെ ജീവിതം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ വീൽചെയറിലായി. അജിത്തിന്റെ കുടുംബം പൂർണ്ണമായ നിസ്സഹായ അവസ്ഥയിലെത്തി. എന്റെ മോൻ ഈ ഗതി വന്നല്ലോ, ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? മീനാക്ഷി, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ദൈവം എന്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നു? ഞാനൊരു നിർഭാഗ്യവാനായി പോയല്ലോ. എന്റെ കുടുംബത്തിനെ പോറ്റേണ്ട ഞാൻ അവർക്ക് തന്നെ ഒരു വലിയ ഭാരമായി തീർന്നല്ലോ ഈശ്വര. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരോട് പറയും? കരയാതിരിക്കും. കരഞ്ഞിട്ടെന്ത് കാര്യം? വിധിയെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. സാക്ഷി, എത്ര വലിയ കുടുംബമാണ് നമ്മുടെ. പ്രായപൂർത്തിയായ എൻ്റെ പെങ്ങന്മാര് വേറെ ഉണ്ട്. എൻ്റെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ച് വിടാനും എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും ഇനി ആരുണ്ട് എൻ്റെ ഈശ്വര? ചേട്ടാ, ഞാൻ ഇനി ജോലി ചെയ്യാൻ പോവാം. ഞാൻ അധ്വാനിച്ച് ഈ കുടുംബത്തെ നന്നായിട്ട് നോക്കാം ചേട്ടാ. ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടത്തിയോടൊപ്പം ഞാനും റിയയും ജോലിക്ക് പോകാം. ഞങ്ങളെ കൊണ്ടാവുന്നത് ഈ കുടുംബത്തിന് ഞങ്ങൾ ചെയ്യും. നമ്മൾ ഒന്നിച്ച് അധ്വാനിച്ചാൽ എന്തും നമുക്ക് നേരിടാൻ പറ്റും. പിറ്റേ ദിവസം തന്നെ റിയയും പായലും സാക്ഷിയോടൊപ്പം ജോലി തേടി ഇറങ്ങി. കടം വാങ്ങിച്ചതുകൊണ്ട് തന്നെ റേഷൻ കടയിലും മരുന്ന് കടയിലുമൊക്കെ സാക്ഷിക്ക് ഒരുപാട് കടം കയറി. റിയയ്ക്കും പായലിനും ബൻസിലാൽ എന്ന സമ്പന്നന്റെ വീട്ടിൽ 100 രൂപ ദിവസക്കൂലി എന്നോണം വീട്ടുജോലി കിട്ടി. സാക്ഷിയാണെങ്കിലോ ആ ഗ്രാമത്തിലെ അലക്ക് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രയാസങ്ങളോടെ ദിവസങ്ങൾ നീങ്ങി. സാക്ഷി ദിവസവും രാവിലെ തന്നെ ഗ്രാമത്തിലെ വീടുകളിൽ നിന്നും മുഷിഞ്ഞ തുണികൾ ശേഖരിച്ച് തടാകത്തിന്റെ അടുത്തെത്തും. തുണികളെയൊക്കെ അലക്കി ഉണക്കി അതാത് വീടുകളിൽ എത്തിച്ച് സന്ധ്യയോടെ തന്റെ വീട്ടിലെത്തും. ഈ അധ്വാനത്തിൽ ദിവസവും അവൾക്ക് 200 അല്ലെങ്കിൽ 300 രൂപയോ കിട്ടും. ഈ 3 പെണ്ണുങ്ങളുടെ അധ്വാനം കൊണ്ട് ആ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ബൻസിലാലിന്റെ വീട്ടിൽ റിയയും പായലും വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ വീട്ടിൽ ബൻസിലാലിന്റെ മകൻ രോഹനും അവന്റെ സുഹൃത്ത് രാഹുലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും ആ പെൺകുട്ടികളെ മോശമായ രീതിയിൽ നോക്കാൻ തുടങ്ങി. എടാ രോഹൻ, നിന്റെ വീട്ടിലെ വേലക്കാരി ഒരിക്കൽ എന്ത് ഭംഗിയുള്ളവരാടാ. അവർ രണ്ടുപേരും പതുക്കെ റിയയുടെയും പായലിന്റെയും അടുത്തെത്തി. എന്റെ സുന്ദരികളെ, നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ് എനിക്ക് എന്തോ തോന്നുന്നു. പറയൂ, നമുക്ക് എന്താ ചെയ്യേണ്ടത്? പറയൂ. രോഹന്റെ പെരുമാറ്റം റിയയ്ക്കും പായലിനും ഒട്ടും ഇഷ്ടമായില്ല. അവരെ സ്പർശിച്ച ആ നിമിഷം തന്നെ റിയയും പായലും ആ ചെറുപ്പക്കാരെ തള്ളിയിട്ട് പുറത്തേക്കോടി. പേടിച്ച് വീട്ടിലോടിയെത്തിയ അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. ചേട്ടാ, വിഷമിക്കണ്ട. ആ രോഹന്റെ വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ചേട്ടന് അറിയാമല്ലോ. ഒരു കാര്യം ചെയ്യാം. നാളെ മുതൽ റിയയും പായലും ആ വീട്ടിലേക്ക് ജോലിക്ക് പോണ്ട. ഇവർ രണ്ടുപേരും ഇനി വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. സൂക്ഷിക്കേണ്ട പ്രായമാണിത്. അന്നു മുതൽ റിയയും പായലും പുറത്തു പോയി ജോലി ചെയ്യുന്നത് ഇല്ലാതായി. പക്ഷേ സാക്ഷിക്ക് വെറുതെ ഇരിക്കാനാവില്ലല്ലോ. അവൾ ദിവസവും പുറത്തുപോയി അധ്വാനിച്ച് ആ വലിയ കുടുംബത്തിന്റെ മൊത്ത ഭാരവും ചുമക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ നീങ്ങവേ മീനാക്ഷിയുടെ ആരോഗ്യനില മോശമായി തുടങ്ങി. വയ്യാതായപ്പോൾ മീനാക്ഷിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മീനാക്ഷിയുടെ ഹൃദയത്തിൽ ബ്ലോക്കുകളുണ്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് ബൈപ്പാസ് സർജറി ചെയ്യണം. അതിനാവശ്യമായ 2 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇതും കൂടി കേട്ടപ്പോൾ ആ കുടുംബം തകർന്നു പോയി. എന്റെ ഈശ്വര, മീനാക്ഷിയുടെ ഹൃദയത്തിന് സർജറി വേണമെന്നോ? മോളെ സാക്ഷി, ഈ 2 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് സംഘടിപ്പിക്കും? ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യും അച്ഛാ? ഭാര്യയുടെ ചികിത്സയ്ക്കായി മൻദീപ് ആ കൊച്ചു വീടും വിറ്റു. അതിനുശേഷം ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുത്ത് അവർ താമസിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം സാക്ഷി വീണ്ടും തന്റെ അലക്ക് ജോലി പുനരാരംഭിച്ചു. ഈ കാര്യങ്ങളൊക്കെ തന്റെ ദിവ്യശക്തി മൂലം മനക്കണ്ണിൽ കണ്ടു മനസ്സിലാക്കിയ ആ സുന്ദരി പെണ്ണ്
സാക്ഷിയുടെ നെറ്റിയിൽ നിന്നും കൈയെടുത്തു. അപ്പോൾ തന്നെ സാക്ഷി കണ്ണു തുറന്ന്, അല്ല, ആരാണ് നിങ്ങൾ? സാക്ഷി, ഞാനൊരു ദേവതയാണ്. നിന്റെ ജീവിതവും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു. നീ തീരാ സങ്കടത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ എത്രയേറെ ദുഃഖങ്ങൾ നീ പേറുന്നു സാക്ഷി. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം. കണ്ടില്ലേ, ഇങ്ങനെ നരകിച്ച് ജീവിക്കാനേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ തോന്നും ഇതിനേക്കാളും നല്ലത് മരണമാണെന്ന്. എന്ത് ചെയ്യും ഞാൻ? വിഷമിക്കേണ്ട സാക്ഷി, ഈ തടാകത്തിനുള്ളിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞ നിന്റെ ചെരുപ്പ് എടുത്തുകൊണ്ടുവരൂ. ദേവതയുടെ വാക്കനുസരിച്ച് സാക്ഷി തടാകത്തിലിറങ്ങി തന്റെ ചെരുപ്പെടുത്തു നോക്കിയപ്പോൾ അവൾ അതിശയിച്ചു പോയി. അത് സ്വർണമായിരുന്നു. ഈശ്വര, എന്താ അതിശയം! എന്റെ ചെരുപ്പ് എങ്ങനെ സ്വർണമായി? അതിശയത്തോടെ തിരിഞ്ഞു നോക്കിയ സാക്ഷിക്ക് ദേവതയെ കാണാൻ പറ്റിയില്ല. ആ ദേവത എവിടെ പോയി? ഈ അത്ഭുതം കണ്ട് സാക്ഷിക്ക് എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വളയും ആ തടാകത്തിൽ വീണു. അയ്യോ, എന്റെ വള! വെള്ളത്തിൽ നിന്നും തന്റെ വളയെടുത്ത സാക്ഷി ഞെട്ടിപ്പോയി. കാരണം വള സ്വർണമായി മാറിയിരുന്നു. എന്ത്? എന്റെ വളയും സ്വർണമായി മാറിയല്ലോ! ഈ അത്ഭുതങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? എനിക്ക് തോന്നുന്നത് ഇതൊരു മാന്ത്രിക തടാകമായിരിക്കുമെന്നാണ്. ഇതിനുള്ളിലേക്ക് എന്ത് വീണാലും അത് സ്വർണമായി മാറുന്നുണ്ടല്ലോ. അതിനുശേഷം പരീക്ഷണാർത്ഥം സാക്ഷി തന്റെ കയ്യിലുണ്ടായിരുന്ന ചില സാധനങ്ങൾ തടാകത്തിലേക്ക് എറിഞ്ഞു. തടാകത്തിൽ നിന്നും തിരിച്ചെടുത്ത ആ സാധനങ്ങളൊക്കെ സ്വർണമായിരുന്നു. ഇത്രയും സ്വർണമോ? ഇതുകൊണ്ടൊക്കെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും. ഉടനെ തന്നെ സാക്ഷി ആ സ്വർണങ്ങളും കൊണ്ട് തന്റെ വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തിയ അവൾ അന്ന് നടന്ന അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് മാന്ത്രിക തടാകത്തെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. അത്രയധികം സ്വർണം കണ്ട് ആ കുടുംബം സന്തോഷിച്ചു. മാന്ത്രിക തടാകമോ? സാക്ഷി, ഇനി നമ്മൾ രക്ഷപ്പെട്ടല്ലേ? ഹോ, ഇനി പൈസയെക്കുറിച്ച് ആലോചിക്കണ്ട. അതെ അച്ഛാ, അമ്മേ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നമുക്കും വലിയ വീട് വെക്കാം. നമ്മളെപ്പോൾ പണക്കാരായി അമ്മേ. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. ആ സ്വർണങ്ങളൊക്കെ വിറ്റ് സാക്ഷി ആ ഗ്രാമത്തിൽ തന്നെ വലിയൊരു ബംഗ്ലാവ് വാങ്ങിച്ചു. പിന്നെ ആ ഗ്രാമത്തിൽ തന്നെ വലിയൊരു പ്രൊവിഷൻ സ്റ്റോർ തന്റെ ഭർത്താവിനും അയാളുടെ അച്ഛനും വേണ്ടി ആരംഭിച്ചു കൊടുത്തു. ദിവസവും ആ മാന്ത്രിക തടാകത്തിൽ പോയി സ്വർണം എടുത്തുകൊണ്ടുവന്ന് പൂർണ്ണമായും തന്റെ ദാരിദ്ര്യം അവൾ തുടച്ചു നീക്കി. അങ്ങനെ തന്റെ ഭർത്തൃ സഹോദരിമാരായ റിയയ്ക്കും പായലിനും സമ്പന്നരായ വരന്മാരെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചയച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സാക്ഷി ആ തടാകക്കരയിലെത്തി. പക്ഷേ അവിടെ ആ തടാകം ഉണ്ടായിരുന്നില്ല. വെള്ളം മുഴുവൻ വറ്റി വരണ്ടു കിടക്കുകയായിരുന്നു. അതിന്റെ കരയിൽ ഒരു വൃദ്ധ ഇരിപ്പുണ്ടായിരുന്നു. അല്ല, ഈ തടാകം എങ്ങനെ ഇങ്ങനെ വരണ്ടുപോയി? ഇന്നും സ്വർണമെടുക്കാനായിട്ട് മാത്രമാണ് മോൾ ഈ വഴി വന്നതല്ലേ? അതെ, പക്ഷേ അമ്മയ്ക്കെങ്ങനെ മനസ്സിലായി? അങ്ങ് ആരാണ്? ഞാൻ തന്നെയാണ് ഈ മാന്ത്രിക തടാകം. വർഷങ്ങളായി ഒരു മാന്ത്രിക തടാകമായി ഞാൻ ഇവിടെ ജീവിക്കുന്നു. ഇവിടെയുള്ള പാവപ്പെട്ടവരെ, നിന്നെ പോലെയുള്ളവർക്ക് സഹായിക്കാനാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കാലം കഴിഞ്ഞു, ഞാൻ പോവുകയാണ്. അവസാനമായി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അമ്മേ, എനിക്കെല്ലാം ഉണ്ട് ഇപ്പോൾ. പക്ഷേ എനിക്കൊരു വരം വേണം. എന്താന്ന് വെച്ചാൽ, കാലുകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ ഭർത്താവിന് കാലുകൾ കൊടുക്കാൻ പറ്റുമോ? വീൽ ചെയറിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. തിരിച്ചു തരാം, പക്ഷേ അതിനുവേണ്ടി നീ ഒരു കാര്യം ത്യജിക്കേണ്ടി വരും. ഞാൻ എൻ്റെ എല്ലാ സ്വത്തും ത്യജിക്കാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലുകൾ പൂർവ്വസ്ഥിതിയിലാക്കി തരണം. അത് കേട്ട വൃദ്ധ സാക്ഷിക്ക് ഒരു കടലാസ് കൊടുത്തു. ഈ കടലാസിൽ എഴുതിയ 10 പേർക്ക് നീ തീർച്ചയായും സഹായം ചെയ്തിരിക്കണം. ഇത്രയും പറഞ്ഞ ശേഷം ആ വൃദ്ധ ദേവത അപ്രത്യക്ഷയായി. ഈ 10 പേർക്ക്
സഹായിക്കുന്നത് കൊണ്ട് എന്റെ ഭർത്താവിന് നഷ്ടപ്പെട്ട കാലുകൾ തിരിച്ചു കിട്ടുമായിരിക്കും. ആ കടലാസിൽ എഴുതിയിരുന്ന 10 പേരുടെ വീട്ടിലേക്കും സാക്ഷി പോയി നോക്കി. അവിടെയൊക്കെ അവൾ കണ്ട കാഴ്ച അജിത്തിനെ പോലെ തന്നെ കാലുകൾ നഷ്ടപ്പെട്ട കുറെ പേരെയായിരുന്നു. ആ വീടുകളൊക്കെ പരമദരിദ്രാവസ്ഥയിലായിരുന്നു കഴിഞ്ഞു പോന്നത്. ഇതൊക്കെ കണ്ട് സാക്ഷി കരയാൻ തുടങ്ങി. ഒട്ടും താമസിയാതെ തന്നെ അവരെ സഹായിച്ച് അവരുടെ ദാരിദ്ര്യം നീക്കിക്കൊടുത്തു സാക്ഷി. പൂർവികർ പറയുന്നത് ശരിയാണ്. ഒരിക്കൽ നമ്മളെ വിട്ടു പോയതൊന്നും പിന്നീട് ഒരിക്കലും നമ്മുടെ അടുത്ത് തിരിച്ച് എത്തില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ ഞാനിപ്പോൾ സന്തുഷ്ടയാണ്. ദരിദ്രരായ ഒരുപാട് മനുഷ്യരെ സഹായിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ജീവിതത്തിന്റെ പൊരുളറിഞ്ഞ സാക്ഷി മറ്റുള്ളവരെ സഹായിച്ചും മറ്റും സുഖമായി ജീവിച്ചു. ആ സുന്ദരവനം ഒരു മാന്ത്രിക വനമായിരുന്നു. ആ വനത്തിൽ എല്ലാവിധത്തിലുള്ള മൃഗങ്ങളും ആദിവാസികളും ഒരുമിച്ച് താമസിച്ചു പോന്നു. പ്രകൃതിദേവിയുടെ അനുഗ്രഹമുള്ള കാടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മറ്റെങ്ങും ഇല്ലാത്തത്രയ്ക്ക് പുഷ്പങ്ങളും ഫലങ്ങളും അവിടെ തിങ്ങി വളർന്നു. കാട്ടിലെ സസ്യലതാദികൾ സ്വർണം പോലെ വജ്രം പോലെ തിളങ്ങിയിരുന്നു. വനദേവതയ്ക്ക് അടിയന്റെ പാദ നമസ്കാരം. അമ്മേ, അമ്മയുടെ ആശീർവാദമാണ് ഈ ഐശ്വര്യം നിറഞ്ഞ കാട്. അമ്മയുടെ കാട്ടിലെ ബലപുഷ്പാദികൾ ലോകോത്തരമല്ലേ? അതുകൊണ്ടല്ലേ ഈ കാട്ടിലെ എല്ലാ ജീവികളും സന്തുഷ്ടഭരിതരായി സുഖമായി ജീവിക്കുന്നത്? എല്ലാം അമ്മയുടെ കൃപ തന്നെ. ഒരു ദിവസം വഴിയാത്രയ്ക്കിടയെ വളരെ അത്യാഗ്രഹിയായ ധനി സിംഗ് എന്നൊരു ബിൽഡറിന്റെ കണ്ണുകൾ ആ മനോഹരമായ കാട്ടിൽ പതിഞ്ഞു. സന്തുഷ്ടനായ അവൻ ചിന്തിച്ചു, ഓഹോ, അടിപൊളി അടിപൊളി! ഈ വനം എത്ര സുന്ദരമാണ്! ഈ വനം മാത്രം എന്റെ സ്വന്തമായാൽ ഞാൻ പിന്നെ മില്യനർ അല്ല, ഒരു ബില്യനർ തന്നെയാകും. ഞാൻ എന്റെ സഹായികളെ വിളിച്ചു വരുത്തട്ടെ. എടാ, എല്ലാവരെയും കൂട്ടി നീ സുന്ദരവനത്തേക്ക് വന്നേക്ക്. കുറച്ചു സമയത്തിന്റെ ഉള്ളിൽ തന്നെ അയാളുടെ സഹായികൾ അവിടെ എത്തി. ഉടനെ തന്നെ ധനി സിംഗ് സഹായികളുമൊത്ത് മൃഗരാജാവായ സിംഹത്തെയും ജഗുവിനെയും കാണാൻ ചെന്നു. നമസ്കാരം നമസ്കാരം. അല്ല, നിങ്ങളിൽ ആരാ രാജാവ്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കാട്ടിലെ റാണി പ്രകൃതി ദേവി തന്നെയാണ്. ആ അമ്മയാണ് എന്നെ മൃഗങ്ങളുടെ രാജാവായും ജഗ്ഗുവിനെ മനുഷ്യരുടെ രാജാവായും നിയമിച്ചത്. അല്ല, നിനക്ക് ഞങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത്? ധനി സിംഗ് ഒരു പട്ടിക നിറയെ പണവും മറ്റൊരു പട്ടിക നിറയെ ശുദ്ധമായ മാനിറച്ചിയും അവരുടെ മുമ്പിൽ കാഴ്ചവെച്ച് പറഞ്ഞു, എന്റെ ഈ ചെറിയ ഉപഹാരങ്ങൾ നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കണം. നഗരവാസിയായ നീ കാട്ടിൽ വന്ന് ഈ ഉപഹാരം ഞങ്ങൾക്ക് തരുന്നതിന്റെ ഉദ്ദേശം എന്താണാവോ? മാത്രമല്ല, ഞങ്ങൾക്ക് സന്യാസികളെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല. പറയൂ, നീ എന്തിനാണ് ഇവിടെ വന്നത്? കാര്യം പറയൂ. ഉള്ള സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ കാട് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ മാത്രം എനിക്കിത് എഴുതി തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ പൊന്നുപോലെ നല്ലോണം നോക്കിക്കോളാം. നിങ്ങൾക്ക് ഓക്കെ ആണോ? ശരി ശരി, പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞാ എങ്ങനെയാണത്? എന്റെ ജഗ്ഗു, നിങ്ങളെ ഞാനൊരു മഹാകോടിപതിയാക്കും. സിംഹരാജാവിന് ജീവിതാവസാനം വരെയും മാംസം നൽകും ഞാൻ. പിന്നെന്താ, ഞാൻ ഈ സുന്ദരവനത്തിനെ അതിസുന്ദരമാക്കും. ഇത് കേട്ട് സിംഹരാജാവിന് ദേഷ്യം വന്നു. കോപിഷ്ഠനായ രാജാവ് ഒറ്റയടിക്ക് ധനി സിംഗിനെ തന്റെ കാൽ ചുവട്ടിൽ വീഴ്ത്തിച്ചു. ധനി സിംഗ്, എന്റെ മുമ്പിൽ ഇതൊക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? ഈ അത്ഭുത കാട് പ്രകൃതി ദേവിയുടെയാണ്. ഇവിടെ മൃഗങ്ങൾക്കും ആദിവാസികൾക്കും മാത്രമേ സ്ഥാനമുള്ളൂ. നിന്നെ പോലെ അത്യാഗ്രഹിക്കുള്ളതല്ല ഈ കാട്. നീ പണത്തിന് വേണ്ടി ഈ കാട് വെട്ടിമുറിക്കും. പ്രാണഭയത്തോടെ ധനി സിംഗ് വിറച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മഹാരാജാവേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ കാടിന്റെ പ്രശസ്തി വല്ലാതെ ഉയർന്നിരിക്കുന്നു. സത്യമായിട്ടും ഞാൻ ഈ കാട് സംരക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സത്യമാണ് രാജാവേ. പക്ഷേ എനിക്ക് നിന്നെയാണടാ ആദ്യം സംശയം. അല്ലാതെ ഉരുട്ടല്ലേ ധനി സിംഗ്, ഇത് വനദേവതയുടെ കാടാണ്. ഞങ്ങൾ ആദിവാസികളും മൃഗങ്ങളൊക്കെ ഇവിടെ സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കാത്തു രക്ഷിച്ചോളും. മൃഗരാജന്റെയും ആദിവാസി തലവന്റെയും വാക്കുകൾ കേട്ട് ധനി സിംഗ് ജീവനും കൊണ്ടോടി. വീട്ടിലെത്തിയ ശേഷവും ധനി സിംഗിന്റെ മനസ്സിൽ നിന്നും ആ അത്ഭുത വനം വിട്ടുപോയില്ല. ആകാശം ഇടിഞ്ഞു വീണാലും ലോകം അവസാനിച്ചാലും വിലമതിക്കാനാകാത്ത ആ കാട് ഞാൻ സ്വന്തമാക്കിയിരിക്കും. മരകഥ പച്ച പുതച്ച ആ കാട്ടിന്റെ ഉള്ളിൽ രത്നകൂമ്പാരം ഉണ്ടാവോ എന്നത് തീർച്ച.
തനിയെ ഇരുന്ന് പിറുപിറുത്തു കൊണ്ടിരുന്ന ധനിസിംഗിനെ കണ്ട് അവന്റെ ഭാര്യ പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങൾ എന്താ തനിയായിരുന്നു പിറുപിറുത്തോണ്ടിരിക്കുന്നത്? ജോലിയൊന്നുമില്ലെങ്കിൽ അതാ പുറത്ത് വിറകെട്ടുണ്ട്, അതൊന്ന് ശരിക്ക് വെട്ടിത്താ, എനിക്കേ അടുപ്പ് കത്തിക്കണം. പുറത്തു പോയ ധനിസിംഗ് വിറക് കെട്ടെടുത്ത് വെട്ടാൻ തുടങ്ങി. പക്ഷേ അവന് പറ്റിയില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത്രയും വലിയ മുതലാളിയായിട്ടും ബുദ്ധിയൊന്നുമില്ലേ? ഈ വലിയ കെട്ട് വിറക് ഒന്നിച്ചെടുത്ത് വെട്ടാൻ പറ്റുമോ? ഓരോന്നായിട്ട് അതൊന്ന് ഊരിയെടുത്ത് ഒറ്റയ്ക്ക് വെച്ച് വെട്ടിയാൽ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റും. ഇത് കേട്ട് ധനിസിംഗിന് സന്തോഷായി. ഒരു ഐഡിയ വന്നു. പെട്ടെന്ന് തന്നെ അവനൊരു തന്ത്രം മെനഞ്ഞു. എടി, നിന്റെ ബുദ്ധി അപാരം തന്നെ. ഞാൻ ആ കാർഡ് എങ്ങനെ കൈവശമാക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലുവ പോലെ ഒരു ഐഡിയ നീ തന്നത്. നന്ദി കേട്ടോ. ഞാനാ കാർഡ് എന്റേതാക്കി കഴിഞ്ഞടി. അങ്ങനെ ഒരു ദിവസം ധനിസിംഗ് സന്ധ്യ കഴിഞ്ഞ് വനത്തിൽ പോയി മൃഗരാജനെ പിന്തുടർന്ന് തക്ക സമയം നോക്കി അതിനെ കൊന്നു. മാത്രമല്ല, സിംഹത്തെ കൊന്ന കുറ്റം ആദിവാസിയുടെ തലയിൽ കെട്ടിവെച്ചു. ഈ നുണ വിശ്വസിച്ച മൃഗങ്ങൾ പ്രകോപിതരായി. ഈ ആദിവാസികൾ നമ്മുടെ നെഞ്ചിൽ തന്നെ ചവിട്ടിയിരിക്കുന്നു, വെറുതെ വിടരുത് അവന്മാരെ. പ്രതികാരത്തിൽ കണ്ണു കാണാതായ മൃഗങ്ങൾ തെറ്റേത് ശരിയേത് എന്നറിയാത്ത അവസ്ഥയിലായി. അവർ ഒരുമിച്ച് ഒരു ആദിവാസിയെ കൊന്നു. ഈ ക്രൂരകൃത്യം കണ്ടുനിന്ന മറ്റൊരു ആദിവാസി അവരുടെ തലവനോട് ഈ കാര്യം പോയി പറഞ്ഞു. പ്രതികാരത്തിൽ അന്ധരായ രണ്ടു കൂട്ടരും അന്യോന്യം അടിക്കാൻ തുടങ്ങി. പല മൃഗങ്ങളും ആദിവാസികളും മരിച്ചു വീണു. എന്റെ ദേവിയെ, ഞങ്ങളുടെ കാടിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മേ കാത്തോണേ. ഈ ആദിവാസികളല്ലേ കൊലയും കൊലവിളിയെല്ലാം തുടങ്ങിയത്, അല്ലെങ്കിൽ എന്ത് സന്തോഷമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. മൃഗങ്ങൾ ആദിവാസികളെ കുറ്റം പറയുന്നത് പോലെ തന്നെ ആദിവാസികളും മൃഗങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാവരും സന്തോഷത്തോടെ അല്ലേ ജീവിച്ചോണ്ടിരുന്നത്, പിന്നെ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി? ഞാനൊരു കാര്യം പറയട്ടെ, അവരോട് തന്നെ നമ്മൾ പോയി ചർച്ച ചെയ്താലോ? നീ പറഞ്ഞത് ശരിയാടോ. പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി സിംഹിണിയെ ഉടനെ തന്നെ ജഗ്ഗു വിളിച്ചു. പറയൂ മൂപ്പ, എന്തിനാണ് എന്നെ വിളിച്ചത്? സിംഹിണി, എന്റെ മിത്രമായ സിംഹരാജാവിനെ ആരാണ് കൊന്നത്? പറയൂ. കൊന്നവര് തന്നെ ചോദിക്കുകയാണോ മൂപ്പ ആരാണ് കൊന്നതെന്ന്? എനിക്ക് മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റാതായി. ചേച്ചി എന്താ ഈ പറയുന്നത്? ഞാൻ കൊന്നെന്നാണോ പറയുന്നത്? അതെ, ഞങ്ങളുടെ രാജാവിനെ ഇതനല്ലേ കൊന്നത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ചതിയനോ? ചതിയന്മാര് നിങ്ങളാണ്. ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളൊക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടാൻ പറ്റും, പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങളെ പോലെ സ്വതന്ത്രരായി ജീവിക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിച്ചു, പക്ഷെ നിങ്ങൾ ഞങ്ങൾ ആദിവാസികളെ കൊന്നു തിന്നാൻ തുടങ്ങി. സൂക്ഷിച്ച് സംസാരിക്കണം രാജാവേ, ഇത് തുടങ്ങിയതന്നെ നിങ്ങളാണ്, പക്ഷെ ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. അതെ, നിങ്ങളിൽ ഒരുത്തൻ കൂടി ഈ കാട്ടിലുണ്ടാവില്ല. മിണ്ടാതിരിക്കടാ കടുവേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ ആരെയും ജീവനോടെ വിടില്ല. ഭീഷണിപ്പെടുത്തുകയാണോ? ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളിൽ ഒരുവനെ തൊട്ടുനോക്ക്. പ്രതികാരം മൂത്ത രണ്ടു കൂട്ടരും അന്യോന്യം അടിച്ചു ചാകാൻ തുടങ്ങി. ഇത് കണ്ട് പ്രകൃതി ദേവിക്ക് ദേഷ്യം വന്നു. വിഗ്രഹത്തിൽ നിന്നും സ്വയം ഇറങ്ങി വന്ന ദേവി ഇങ്ങനെ പറഞ്ഞു, നിർത്തോ! എന്താണ് എന്റെ കാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ അന്യോന്യം പോരടിച്ച് ചാകാൻ തീരുമാനിച്ചോ? അമ്മേ, ഇവര് കുറെ ആദിവാസികളെ കൊന്നു തിന്നു. ഇവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അമ്മേ, ഇവർ നുണയാണ് പറയുന്നത്. ഇവർ എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നു. ഈ കാട്ടിൽ ആദിവാസികൾ മാത്രം ജീവിക്കാനുള്ള തീരുമാനത്തിലാണ്. അവിവേകികളായ രണ്ടു കൂട്ടരുടെയും വാക്കുകൾ കേട്ട ദേവി പ്രകോപിതയായി. ഈ മനോഹരമായ കാടിന്റെ സൗന്ദര്യവും സമാധാനവും എന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വവും സ്നേഹവും കൊണ്ടും കൂടിയാണ്. ഇതൊക്കെ കൂടിയാണ് ഈ മനോഹരമായ കാടിനെ അത്ഭുത കാടാക്കി മാറ്റിയത്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തുള്ളി സ്നേഹമില്ല, വെറും പകയും വിദ്വേഷവും മാത്രം. അതുകൊണ്ട് ഞാൻ ഈ കാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് വനദേവത അവരോട് ഒരു കാര്യം പറഞ്ഞു. മക്കളെ, എനിക്ക് എല്ലാം തുറന്നു പറയാൻ അനുവാദമില്ല. വിവേകികൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകും. മംഗളം ഭവന്തു. ഭഗവതി പോയ ശേഷം രണ്ടു കൂട്ടരും ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഭഗവതി പറഞ്ഞതിന്റെ പൊരുൾ എന്തായിരിക്കുമെന്ന് ആർക്കും പിടികിട്ടിയില്ല. വനദേവത പോയ ഉടനെ തന്നെ ഹരിതാപമായിരുന്ന ആ കാട് ഉണങ്ങാൻ തുടങ്ങി. കാടെങ്ങും പച്ചിലകൾ പൊഴിയാൻ തുടങ്ങി. സിംഹിണിയെ കാണാൻ ബുദ്ധിമതിയായ കുറുക്കത്തിയെത്തി. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു മൂന്നാമൻ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നാൻ കാരണം എനിക്ക് ആ ധനിസിംഗിനെയാണ് സംശയം. റാണി ഓർക്കുന്നില്ലേ, കാട് കൈവശപ്പെടുത്താൻ കുറച്ചു ദിവസം മുമ്പ് വന്ന ആള്? കുറുക്കത്തി പറഞ്ഞതിന്റെ പൊരുൾ സിംഹിണിക്ക് മനസ്സിലായി.
അവൾ ഉടനെ തന്നെ ആദിവാസി ജഗ്ഗുവിന്റെ അടുത്തേക്ക് പോയി. ജഗ്ഗു മൂപ്പ, നമ്മളെ തമ്മിലടിപ്പിച്ചതിന്റെ പിന്നിൽ ആ ധനി സിംഗിന്റെ ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. ആ അത്യാഗ്രഹി സുന്ദരവനത്തെ മോഹിച്ചവനാണ്. ഞാനും ഈ കാര്യം പറയാനാണ് ഇവിടെ വന്നത് മഹാറാണി. എനിക്കും ധനി സിംഗിനെയാണ് സംശയം. നമ്മളിനി എന്തു ചെയ്യണം മൂപ്പ? അവനെ അവൻ വിരിച്ച വലയിൽ തന്നെ കൊടുക്കണം. സിംഹിണിയും ജഗ്ഗുമൂപ്പനും കൂടി ഒരു പദ്ധതി തീരുമാനിച്ചു. എന്നിട്ട് ധനി സിംഗിനെ വിളിച്ചു വരുത്തി. ജഗ്ഗു ചേട്ടാ, അറിയൂ, എനിക്കറിയായിരുന്നു നിങ്ങൾ എന്നെ വിളിക്കുമെന്ന്. പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിനക്ക് കാർഡ് തരാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് കുറെ പൈസ വേണം. തരാം, ഉറപ്പ്. പക്ഷേ ആ സിംഹിണിയും സമ്മതിക്കണ്ടേ? സിംഹിണിയെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അവൾ കേട്ടില്ലെങ്കിൽ അവളെ തട്ടിക്കളയും. നിങ്ങളൊരു ബുദ്ധിമാൻ തന്നെ. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് വളരെ വൈകിയല്ലേ മനസ്സിലായത്. പക്ഷെ കുഴപ്പമില്ല, എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നീ അവൾക്ക് ചേരേണ്ട പൈസയും എടുത്തിട്ട് വരണം. സിംഹിണിക്ക് എന്തിനാ പൈസ? ഞാൻ അവൾക്ക് മാംസം കൊടുക്കാന്നല്ലേ പറഞ്ഞത്, ഓർമ്മയില്ലേ? താൻ ആദ്യം പൈസ കൊണ്ടുവാ. ആ പൈസ കൊണ്ട് സിംഹിണിക്ക് വേണ്ടിയുള്ള മാംസം ഞങ്ങൾ എല്ലാ ദിവസവും കൊടുത്തോളാം. നീ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ജഗ്ഗു പറഞ്ഞതിനോട് സമ്മതം മൂളി ധനി സിംഗ് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം കോടിക്കണക്കിന് രൂപയുമായി കാട്ടിലേക്ക് തിരിച്ചു വന്നു. അവസാനം ഞങ്ങളുടെ വഴിക്ക് തന്നെ വന്നു അല്ലേ? ശരിയാണ്, വഴിക്ക് വന്നില്ലെങ്കിൽ നീ ഞങ്ങളെ ജീവനോടെ വിടില്ലല്ലോ. അനുസരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായല്ലോ. അല്ലെങ്കിൽ സിംഹത്തെ കൊന്നതുപോലെ നിങ്ങളെയും കൊല്ലേണ്ടി വന്നേനെ. സിംഹത്തെ കൊന്നതുപോലെയോ? മനസ്സിലായില്ല. സിംഹരാജാവിനെ കൊന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ കൊലകുറ്റമോ നിന്റെ തലയിൽ ചുമത്തി. എന്റെ കണക്ക് കൂട്ടാനനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും അടിച്ചു പിരിയണം. അത് നടന്നല്ലോ. ധനി സിംഗ് തന്റെ തന്ത്രങ്ങളെക്കുറിച്ച് സിംഹിണിക്കും ജഗ്ഗുവിനും പറഞ്ഞുകൊടുത്തു. ഇത് കേട്ട സിംഹിണിയുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. അപ്പോ നീയാണ് എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നതല്ലടാ, പിന്നെ ഞങ്ങളെ തമ്മിലടിപ്പിച്ചു. ഓ, പക്ഷെ ഞാൻ നിനക്ക് തരാൻ പോകുന്ന പണം കൊണ്ട് നീ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ധനി സിംഗ്, ഞങ്ങൾ സിംഹങ്ങൾക്ക് നീ തരുന്ന പണം വെറും ഒരു കടലാസ് കഷ്ണമാണ്, തിന്നാൻ കൊള്ളാത്ത ഒന്ന്. നിനക്ക് പൈസ മതിയെന്ന് തീരുമാനിച്ചതേ ഞാനല്ല, ജഗ്ഗുവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറെ പൈസ കൊണ്ടുവന്നത്. ധനി സിംഗ് പറഞ്ഞത് കേട്ട വനവാസികൾ ചിരിക്കാൻ തുടങ്ങി. നീ എന്താ വിചാരിച്ചത്? നിന്റെ കണിയിൽ ഞങ്ങൾ വീണുന്നാ? ഇല്ലടാ, ഞങ്ങളാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. എന്ത്? മൃഗരാജനെ കൊന്നത് നീയാണ് ഞങ്ങൾക്കറിയാൻ കുറച്ച് വൈകി. പിന്നെ ഞങ്ങൾ സംസാരിച്ചെടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് നീ ഇവിടെ വന്നു നിൽക്കുന്നത്. ഞങ്ങളുടെ വാക്കുകൾ അനുസരിച്ച് നീ ഇവിടെ എത്തുകയും ചെയ്തു. നിന്റെ ധനം മുഴുവൻ ഇപ്പൊ എന്റെ കയ്യിലാണ്. പിന്നെ നിന്നെ കൊന്നു തിന്നും. നിമിഷങ്ങൾക്കുള്ളിൽ ആദിവാസികൾ അവിടെ എത്തി ധനി സിംഗിന്റെ ധനം മുഴുവൻ തട്ടിപ്പറിച്ചെടുത്തു. മൃഗങ്ങളോ ധനി സിംഗിനെയും സഹായികളെയും വേട്ടയാടി തിന്നു. അപ്പോഴാണ് അവർക്ക് ഒരുമയുടെ ശക്തി മനസ്സിലായത്. ഐക്യമത്യം മഹാബലമെന്ന് മനസ്സിലായി. സിംഹിണി, ഇതാണ് ദേവി പറഞ്ഞിട്ട് പോയ കാര്യം. ഐക്യമദ്യം മഹാബലമെന്ന്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതെ, ഇനി ഒരിക്കലും നമ്മൾ പോരടിക്കില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി മനസ്സിലായല്ലോ. ജഗ്ഗു സഹോദര, ഇനി മുതൽ ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ വനദേവത തിരിച്ചെത്തി. ഇത് കണ്ട വനവാസികൾ സന്തുഷ്ടരായി. പിന്നീട് ഒരിക്കലും അവർ വഴക്കിട്ടിട്ടില്ല, ഒരുമയോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.